എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പും കല്ലുപ്പ് പരിഹാരത്തിനെക്കുറിച്ചും മറ്റുമായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും ഉപ്പിനെ കുറിച്ചൊരു വീഡിയോ ആണ്. നിങ്ങൾക്കൊക്കെ അറിയാം, മഹാലക്ഷ്മി സാന്നിധ്യമുള്ള 108 വസ്തുക്കളിൽ ഏറ്റവും വിശേഷപ്പെട്ട വസ്തുവാണ് കല്ലുപ്പ്. അപ്പോൾ നമ്മൾ നമ്മുടെ അടുക്കളയിൽ ഉപ്പൊക്കെ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? നമുക്ക് സൗകര്യപ്രദമായ ഒരു സ്ഥലത്താണോ വെച്ചിരിക്കുന്നത്? എന്നാൽ ഉപ്പ് വെക്കേണ്ടത് നമ്മുടെ അടുപ്പിൻ്റെ വലതുഭാഗത്തായിട്ടാണ്. പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും, ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. കാരണം മറ്റ് സാധനങ്ങൾ തൊട്ട കൈ കൊണ്ട് അവർ ഉപ്പ് തൊടില്ല. ഉപ്പ് കൈ കഴുകിയിട്ടേ ഉപ്പ് തൊടുള്ളൂ. അത്രയും ശുദ്ധമായിട്ടാണ് പണ്ടുള്ളവർ ഉപ്പിനെ സൂക്ഷിച്ചിരുന്നത്. മാത്രമല്ല, ഈ ഉപ്പ് നമ്മൾ പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും ഇട്ട് വെക്കരുത്. അതുപോലെ കവറിൽ അങ്ങനെ വെക്കരുത്. മറിച്ച് ഉപ്പ് ഭരണിയിലാക്കി വെക്കുക. അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പാത്രങ്ങളൊക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടുമല്ലോ, ഗ്ലാസിൻ്റെ ജാറുകളൊക്കെ, അതിലാക്കി വെക്കുക. നമ്മുടെയൊക്കെ വളരെ കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ ഉപ്പ്, പുളി തുടങ്ങിയ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നത് ഭരണികളിൽ തന്നെയായിരുന്നു. അപ്പോൾ ആ ഭരണിയിൽ വേണം ഉപ്പ് സൂക്ഷിക്കാനായിട്ട്. മാത്രമല്ല, ഈ ഭരണി വെറും നിലത്ത് വെക്കരുത്. നിങ്ങൾക്കൊക്കെ ചിലർക്കെങ്കിലും അറിയുന്നുണ്ടാവും, ഭരണിയൊക്കെ വെക്കാനായിട്ട് പണ്ട് ഈ വൈക്കോലും വാഴയൊക്കെ ഉപയോഗിച്ച് ചെറിയ തെരിക പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെറും നിലത്ത് ഉപ്പ് വെക്കരുത്. കാരണം മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ഒരു വസ്തുവാണല്ലോ ഉപ്പ്. അപ്പോൾ ഉപ്പിന് അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ അതിനെ സൂക്ഷിക്കാനായിട്ട്. ഒന്നുമില്ലെങ്കിൽ ഒരു ചെറിയ പലകയിൽ വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പീഠം എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ മുകളിൽ കയറ്റി വെക്കുക. അല്ലാണ്ട് വെറും നിലത്ത് ഉപ്പ് വെക്കരുത്, ഉപ്പ് ഭരണി വെക്കരുത്. അതുപോലെ തന്നെ ഉപ്പ് ഒരാളുടെ കയ്യിൽ കൊടുക്കാനും പാടില്ല. അങ്ങനെയും പറയാറുണ്ട്, ഉപ്പ് നേരിട്ട് കയ്യിൽ കൊടുക്കരുത്. ഉപ്പ് കടവും കൊടുക്കാൻ പാടില്ല. നമ്മൾ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഉപ്പ് നമ്മൾ കടവായിട്ടും കൊടുക്കാൻ പാടില്ല. അപ്പോൾ അത്രയും വിശേഷപ്പെട്ട വസ്തുവാണ് ഉപ്പ്. അപ്പോൾ ആ ഉപ്പിന് നമ്മൾ അതിൻ്റേതായ പ്രാധാന്യത്തോടു കൂടി വേണം നമ്മളതിനെ സൂക്ഷിക്കാനായിട്ട്. നിരവധിയായിട്ടുള്ള പ്രത്യേകതകളുള്ള ഈ ഉപ്പിൽ നമ്മൾ ഉപ്പ് വയ്ക്കുന്നതിൻ്റെ ഉപ്പിൻ്റെ നിരവധി പരിഹാരങ്ങളുണ്ട്. അതിൽ 1-2 കൂടി ഒന്ന് പറയാം. നമ്മൾ ഈ ഉപ്പുപാത്രത്തിൻ്റെ ഉപ്പ് ഭരണിയുടെ അടിഭാഗത്ത് ഒരു നാണയം, 1 രൂപ നാണയം കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. നമ്മുടെ സാമ്പത്തികമായിട്ട് നല്ല പുരോഗതി ഉണ്ടാവും. അപ്പോൾ ഇനി വേറെ യാതൊരു നിവൃത്തിയില്ല, എനിക്ക് കടം കൊണ്ട് നിൽക്കക്കള്ളി ഇല്ലാണ്ടായി എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ 1 രൂപ നാണയം വെച്ചതിന് ശേഷം നമ്മൾ ഈ ഉപ്പ് പാത്രം അതിൻ്റെ മുകളിൽ വെക്കുക. അങ്ങനെയൊന്ന് വെച്ച് നോക്കൂ. അതുമാതിരി തന്നെ നമ്മുടെ വീട്ടിൽ ഒരിക്കലും ഉപ്പ് കുറയാനായിട്ട് പാടില്ല. ഉപ്പ് എപ്പോഴും ഉണ്ടായിരിക്കണം. ഉപ്പ്, അരി പറഞ്ഞ സാധനങ്ങളൊക്കെ ഒരിക്കലും മുഴുവനായിട്ട് കഴിയരുത്. അതിന് മുമ്പേ തന്നെ അത് വാങ്ങി കൊണ്ടുവന്ന് വെക്കണം. ഇനി ഉപ്പ് വാങ്ങാനുള്ള ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിലൊക്കെ ഉപ്പ് വാങ്ങാൻ വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ്. അപ്പോൾ ഉപ്പ് വാങ്ങുമ്പോൾ എന്തായാലും നമ്മൾക്ക് ഉപ്പ് വാങ്ങണമല്ലോ. അപ്പോൾ ഈ ദിവസം നോക്കി പോയിട്ട് വാങ്ങുക, വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഉപ്പിൻ്റെ അകത്ത് ഈ നാണയം സൂക്ഷിക്കുന്നതും നല്ലതാണ്. പക്ഷേ അങ്ങനെ സൂക്ഷിക്കുമ്പോൾ ഉപ്പ് അടി വരെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളത് നിറച്ച് വെക്കണം. എപ്പോഴും ഈ ഉള്ളിലാണ് സൂക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിൽ എപ്പോഴും നിറച്ചുപ്പുണ്ടായിരിക്കണം. അത് നമ്മൾ കഴിയാതെ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് ഒരു ചെറിയ പാത്രത്തിൽ, ഉപ്പ് പരിഹാരം ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. പുതിയതായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരമാവുമല്ലോ. ഈ ഒരു ചെറിയൊരു പാത്രത്തിൽ, ഒരു ബൗളിൽ ഉപ്പെടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു 7 ഗ്രാമ്പൂ വെക്കുക. ഈ ഗ്രാമ്പൂ പൊട്ടിയതും ഒടിഞ്ഞതും ഒന്നും ആവരുത്, നല്ല ഗ്രാമ്പൂ ആയിരിക്കണം. പൂവൊക്കെ അതുപോലെയുള്ള നല്ല ഗ്രാമ്പൂ ആയിരിക്കണം. ആ ഗ്രാമ്പൂ നമ്മൾ വീടിൻ്റെ ഏതെങ്കിലും ഒരു മുറിയിൽ സൂക്ഷിക്കുക. ഇങ്ങനെ ഇത് തന്നെ, ഇതേ പാത്രം തന്നെ നമുക്ക് എല്ലായിടത്തും മാറി മാറി ഉപയോഗിക്കാൻ പറ്റും. എല്ലാ മുറിയിലും മാറി മാറി ഉപയോഗിക്കാൻ പറ്റും. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. കാരണം ഉപ്പിനെല്ലാം നെഗറ്റീവ് എനർജിയും നഷ്ടപ്പെടുത്താനുള്ള കഴിവുണ്ട്. അതുപോലെ ഗ്രാമ്പൂ നല്ലതിനെയൊക്കെ സ്വീകരിക്കാനുള്ള കഴിവുമുണ്ട്. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഒരു 15 ദിവസം കൂടുമ്പോൾ ഈ ബൗളിലെ ഗ്രാമ്പൂ ഉപ്പ് നമുക്ക് കളയാനായിട്ട് സാധിക്കും. ആരും ചവിട്ടാത്തിടത്തോ കുപ്പ കൊണ്ടിടുന്നിടത്തോ കളയരുത്. ഉപ്പ് സിങ്കിൽ ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആരും കാണാത്തൊരു ഭാഗത്ത് കൊണ്ടുപോയി കുഴിച്ചിടാം. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ.
നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക, പണത്തിന് ബുദ്ധിമുട്ട്, കടം തീർക്കാൻ പറ്റാതെ ബുദ്ധിമുട്ട്, ഇങ്ങനെ നിരവധിയായ പണസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു കാര്യം കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പണത്തെ നമുക്ക് അധിക ചിലവില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മാത്രമല്ല നമുക്ക് നമ്മുടെ നെഗറ്റീവ് എനർജി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബുദ്ധി നന്നായിട്ട് പ്രവർത്തിക്കും. നമുക്ക് എന്ത് ചെയ്താൽ ഇനി നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു മാർഗ്ഗം നമ്മുടെ മുമ്പിൽ തെളിയുകയും കൂടി ചെയ്യും. കാരണം മറ്റത് നമുക്ക് എപ്പോഴും ടെൻഷനാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, മനസ്സിന് വല്ലാത്ത വ്യാധി ആദിയൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും നേരായ ബുദ്ധി നമുക്ക് പ്രവർത്തിക്കില്ല. അപ്പോൾ നമുക്ക് പലതും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. നേരെ മറിച്ച് ഈ നെഗറ്റീവ് തോട്ട്സൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഉപ്പുപാത്രത്തിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ എണ്ണപാത്രം, സാധാരണയായിട്ട് അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും സൂക്ഷിക്കാറ്. എണ്ണയും കൂടി നമ്മൾ അതിൻ്റെ കൂട്ടത്തിലാണ് വെക്കാറ്. ഉപ്പും എണ്ണയും ഒരുമിച്ചാണ് നമ്മൾ വെക്കാറ്. നമ്മൾ ഉപയോഗിക്കുന്ന നല്ലെണ്ണ ആ ഉപ്പിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ വെക്കാറ്. അപ്പോൾ അതും അങ്ങനെ തന്നെ ഒന്ന് ചെയ്തു നോക്കൂ. ഇപ്പോൾ പലതരത്തിലുള്ള പുതിയ പുതിയ പാത്രങ്ങളും നിരവധി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇത് നമ്മളെന്നും എടുക്കുന്ന സാധനങ്ങളാണല്ലോ ഉപ്പും എണ്ണയൊക്കെ. അപ്പോൾ അത് രണ്ടും അടുത്തടുത്ത് വെക്കുക, ബാക്കിയുള്ള സാധനങ്ങൾ ഒന്ന് മാറ്റിയും വെക്കുക. ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഒരു പരിധി വരെ നമ്മുടെ പ്രശ്നങ്ങൾ കുറേയൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ ഇത് എല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താല്പര്യം ഉണ്ടാവണമെന്നില്ല. താല്പര്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ചെയ്തു എന്ന് വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനൊരു സമാധാനവും സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഉപ്പിനെ കൊണ്ട് മാറ്റാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മാത്രം വിശ്വസിക്കുന്നില്ല. ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്ന, അവരുടെ വിശ്വാസം, അങ്ങനെയുള്ള വിശ്വാസങ്ങളുള്ള നിരവധി ട്രഡീഷൻ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും, പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമ്മുടെ കുടുംബത്തിനുണ്ടാവും. നമ്മുടെ ഒരുവിധം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കിട്ടും. അപ്പോൾ എല്ലാവർക്കും എല്ലാ പ്രശ്നങ്ങളും മാറി സമാധാനപൂർണ്ണമായൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.